എന്നുള്ള കാര്യം എല്ലാവരും അറിയും. और प्रभु यीशु मसीह के वचन के आधार परमेश्वर के वचन के आधार पर ये बताते हैं कि सभी के लिए प्रभु यीशु मसीह आए, उद्धार देने आए. കർത്താവിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരുടെയും രക്ഷയ്ക്കായിട്ട് കർത്താവ് വന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞു കേൾപ്പിച്ചത്. फिर उनके मन में संदेह क्यों आता है कि बपतिस्मा के बारे में बताएं. പിന്നീട് എന്തുകൊണ്ടാണ് ഇവരുടെ ഈ മനസ്സിൽ ഈ സംശയം വരുന്നത്? ഈ സ്നാനത്തെ കുറിച്ചാണോ ഞങ്ങൾ പറയുന്നത്? क्योंकि उनके मन में उनको सिखाया गया, वो या जाते कहीं से जाने हैं कि बपतिस्मा और उद्धार एक है. मतलब बपतिस्मा लेना मतलब उद्धार पाना. ഇത് ഇവരുടെ മനസ്സുകളിൽ അല്ലെങ്കിൽ എവരോ എവിടുന്നോ കേട്ടതോ പഠിച്ചതോ ഉണ്ടാവും. സ്നാനപ്പെടുക എന്നുള്ളതും രക്ഷിക്കപ്പെടുക എന്നുള്ളതും ഒന്നാണ് എന്ന് കേട്ടിട്ടുണ്ടാവാം എന്നൊരു സംശയം ഇവരുടെ മനസ്സിലുണ്ട്. लेकिन ये दोनों एक बात नहीं है. എന്നാൽ ഇത് രണ്ടും ഒന്നല്ല. ये दोनों अलग अलग चीजें हैं. ഇത് രണ്ടും രണ്ട് പ്രത്യേക കാര്യങ്ങളാണ്. तो हमने कई बार बपतिस्मा के विषय में एक अध्ययन सुना है. സ്നാനത്തെ കുറിച്ച് ഇതിനു മുമ്പും പലപ്പോഴും ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. आपने भी कई बार सुना होगा. നിങ്ങളും പലപ്പോഴും കേട്ടിട്ടുള്ളവരായിരിക്കാം. लेकिन एक बात मैं बताना चाहता हूँ, सुसमाचार सुनकर हम जो प्रभु में आए हैं और बपतिस्मा पाए हैं, उनको रोज सुसमाचार याद दिलाने की जरूरत है. കർത്താവ് ദൈവവചനം കേട്ട് സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടവർക്ക് എല്ലാ ദിവസവും സുവിശേഷം കേൾക്കുന്നതിന്റെ ആവശ്യമുള്ളത്. उसका कारण आगे बताएंगे. तो प्रभु यीशु मसीह പിന്നീട് പറയുന്നതാണ്. तो एक बात जरूर कहते हैं सभी, प्रभु यीशु मसीह यहाँ एक धर्म बनाने नहीं आए. കർത്താവായ യേശു ക്രിസ്തു വന്നത് ഭൂമിയിലേക്ക് വന്നത് ഒരു മതം സ്ഥാപിക്കാൻ വേണ്ടിയല്ല. तो काफी सारे धर्म है. ഈ ലോകത്ത് ഇഷ്ടം പോലെ മതങ്ങളുണ്ട്. ना ही एक त्योहार शुरू करने आए कि मेरे नाम से त्योहार हो जाए, क्रिसमस मनाए लोग. ക്രിസ്മസ് പോലുള്ള എന്തെങ്കിലും ഉത്സവങ്ങൾ എന്തെങ്കിലും ആഘോഷങ്ങൾ തുടങ്ങാൻ വേണ്ടിയും വന്നതല്ല കർത്താവ്. ऐसा भी इसलिए भी नहीं आए. കർത്താവ് അതിനു വേണ്ടിയല്ല വന്നത്. तो प्रभु यीशु मसीह ने या वचन के आधार पे हम ये कह सकते हैं कि ऐसा कुछ मनाने के लिए परमेश्वर ने कहा कि ये त्योहार मनाओ, ये क्रिसमस मनाओ, या ईस्टर मनाओ, या फलाना त्योहार मनाओ, या इस रीति से चर्च जाके मोमबत्ती जलाओ. ऐसा कुछ भी नहीं कहा गया. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന കർത്താവായ യേശുക്രിസ്തു വന്ന എന്തെങ്കിലും ആഘോഷങ്ങളോ ഉത്സവങ്ങളോ പുതിയ രീതികളോ അല്ലെങ്കിൽ ക്രിസ്മസ്, ഈസ്റ്റർ, പള്ളിയിൽ പോയി മെഴുതിരി കത്തിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും രീതികൾ ഉണ്ടാക്കാനൊന്നും അല്ല കർത്താവ് വന്നത്. क्यों आए? मरे हुओं को, पाप में मरे हुओं को नया जीवन देना है. കർത്താവ് എന്തിനാണ് വന്നത്? മരിച്ചവർക്ക്, പാപത്തിൽ മരിച്ചവർക്ക് പുതിയ ജീവൻ നൽകുവാനാണ്. और अगर हम प्रभु यीशु मसीह के दिए हुए उद्धार को ना स्वीकारे, प्रभु यीशु मसीह के दिए हुए नए जीवन को ना स्वीकारे, उसके बाद हम कुछ भी मना ले, उससे कोई फायदा नहीं. നമ്മൾ കർത്താവായ യേശുക്രിസ്തു തന്ന പുതിയ ജീവൻ നമ്മൾ സ്വീകരിക്കാതിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കർത്താവ് നമുക്ക് തന്ന രക്ഷ നമുക്ക് സ്വീകരിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ആഘോഷിച്ചിട്ടും കാര്യമില്ല. कुछ भी बलिदान दे, रोज अगर त्योहार मनाए, रोज प्रभु यीशु मसीह का नाम ले, तो भी हमारा कुछ नहीं होगा. നമ്മൾ എല്ലാ ദിവസവും ആഘോഷങ്ങൾ നടത്തുമെങ്കിൽ, എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിച്ചാൽ, എന്തൊക്കെ ചെയ്താലും പക്ഷെ ഒന്നും ഉണ്ടാവുകയില്ല. तो हम एक वचन पढ़ेंगे पहले. मती, उसका बपतिस्मा से संबंध है कि पूछे तो नहीं है संबंध. मती उसका 7:21. മത്തായിയുടെ സുവിശേഷം 7:21. 7:21 पढ़ दीजिए फिर. जो मुझसे हे प्रभु कहता है, उनमें से എല്ലാവരും സ്വർഗത്തിൽ कौन जाएगा? क्या लिखा है उसमें? एक बार फिर पढ़िए. कौन जाएगा? ആര് പോകുമെന്നാണ് हर എഴുതിയിരിക്കുന്നത്? भाषा में पढ़िए. എന്നോട് വായിക്കുന്നത് हाँ. जो मुझसे हे प्रभु कहता है, उनमें से हर एक स्वर्ग के राज्य में प्रवेश न करेगा, परंतु वही जो मेरे स्वर्गीय पिता की इच्छा पर चलता है. हाँ, कौन जाएगा? परंतु वही जो मेरे स्वर्गीय पिता की इच्छा पर चलता है, वही जाएगा. സ്വർഗസ്ഥനായ പിതാവിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നവർ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ കർത്താവ്. कितने बार भी प्रभु का नाम लो, कितने बार भी हम कुछ भी त्योहार मना ले उनके नाम पर, कितना भी सेवकाई उनके नाम पर कर ले, प्रचार कर ले उनके नाम पर, हर कोई नहीं जाएगा. कौन जाएगा? जो उसकी इच्छा पर चलता है. എത്ര പ്രാവശ്യം കർത്താവെ കർത്താവെ എന്ന് വിളിച്ചാലും, എത്ര പ്രാവശ്യം ഓരോ ആഘോഷങ്ങൾ നടത്തിയാലും നമ്മൾ സ്വർഗരാജ്യത്തിൽ പോകത്തില്ല. എന്നാൽ ആരാണ് പോകുന്നത്? പിതാവിന്റെ
ഹിതമനുസരിച്ച് ആഗ്രഹമനുസരിച്ച് പ്രസാദമനുസരിച്ച് ജീവിക്കുന്നവർ മാത്രമേ പോകുകയുള്ളൂ. तो पिता की इच्छा कहाँ से पता चलेगी, ये बताइए। पिता की इच्छा कहाँ से पता चलेगी? പിതാവിൻ്റെ ഹിതം എന്താണെന്ന് നമുക്ക് എവിടെ നിന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? हम जब सोते हैं तो सपना आता है ना, सपना देखते हैं, तो सपने में आएगा पिता की इच्छा। നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ സ്വപ്നം കാണാറുണ്ട്. നമുക്ക് സ്വപ്നത്തിൽ കിട്ടുമോ ദൈവത്തിൻ്റെ പിതാവിൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ ഹിതം എന്താണെന്നുള്ള കാര്യം? कैसे पता चलेगा पिता की इच्छा, कैसे पता चलेगा? देखिए जानना जरूरी है, क्योंकि हमने अभी पढ़ा प्रभु प्रभु का नाम ले या कुछ भी करे, उसके आगे पढ़ेंगे, हर कुछ पढ़ने का टाइम नहीं। उसकी नाम की सेवकाई करे, उसके नाम से बीमारों को चंगा करे या प्रचार करे, इससे नहीं जाएंगे स्वर्ग राज। स्वर्ग राज कैसे जाएंगे? उसकी इच्छा। उसकी इच्छा कहाँ से, ये जानना जरूरी है ना, कि उसकी इच्छा कैसे पता चलेगी, जानना जरूरी है कि नहीं? जरूरी। तो कैसे पता चलेगी पिता की इच्छा? बाइबल से पता चलेगी। तो पिता ने, जो परमेश्वर है, हमसे बात करने वाला। आप अपने बच्चों से बात करते हैं ना, ये बातें आपने पहले भी सुनी होगी हमसे, लेकिन एक बार फिर याद दिलाना चाहते हैं, क्योंकि बपतिस्मा कर रहे हैं। तो ये परमेश्वर जो है वो हमारे स्वर्गीय पिता, उसने हमें बनाया है, वो हमसे बातें करना है। ईदन की वाटिका में आदम से वो बात करते, आदम और हव्वा से, है ना, और वहीं से वो मनुष्य से बातें करने वाला परमेश्वर। നമ്മൾ കേട്ടതെന്ന് വെച്ചാൽ നമ്മുടെ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ഹിതം നമ്മൾ മനസ്സിലാക്കുക ദൈവവചനം അല്ലെങ്കിൽ ബൈബിളിൽ നിന്നാണ്. അപ്പം അതേപോലെ തന്നെ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ വചനം നമ്മൾ കേൾക്കുന്നത് ഇതിൽ നിന്നാണ്. നമ്മുടെ ഭൂമിയിലുള്ള അവർ നമ്മളോട് സംസാരിക്കുന്ന പോലെ തന്നെ നമ്മുടെ പിതാവ് നമ്മളോട് സംസാരിക്കുന്നു. तो इतने तो जो क्या करना है क्या नहीं करना है, सब कुछ परमेश्वर ने अपने वचन के द्वारा हमें बताया। നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളതൊക്കെ നമ്മുടെ കർത്താവ് അവൻ്റെ വചനത്തിലൂടെ നമ്മളെ കേൾപ്പിക്കും. जैसे भाई ने कहा पिता की इच्छा हमें कैसे पता चलेगी? वचन से। പിതാവിൻ്റെ ഹിതം നമുക്ക് എവിടുന്ന് മനസ്സിലാക്കുന്നു? ദൈവവചനത്തിൽ. अब ये वचन हम घर में बंद करके रखे रहेंगे तो समझ में आएगा, पता चलेगा? तो उसको समझने के लिए क्या करना है? उसको पढ़ना है। तो वो क्या है? पढ़ना है। ഈ ദൈവവചനം നമ്മൾ വീട്ടിൽ അടുക്കി മടക്കി വെച്ചുകൊണ്ടിരുന്നാൽ നമുക്കത് മനസ്സിലാവത്തില്ല. നമ്മളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇത് വായിക്കണം. क्योंकि कितना जरूरी है आप देख चुके हैं, हर कोई जो पिता की इच्छा करता है वही स्वर्ग के राज्य में जाएगा। ഇതെത്ര വളരെ പ്രധാനപ്പെട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നവർ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. अब परमेश्वर की इच्छा क्या है वो हम देखते हैं। परमेश्वर की इच्छा ये, പിതാവിൻ്റെ ഹിതം എന്താണെന്ന് നമുക്ക് നോക്കാം. जॉन यूहन्ना 6:40, यूहन्ना 6:40। യോഹന്നാന്റെ സുവിശേഷം 6:4. पढ़ लीजिए तो। क्योंकि मेरे पिता की इच्छा यह है कि जो कोई पुत्र को देखे और उस पर विश्वास करे वह अनंत जीवन पाए। पिता की इच्छा क्या है? पहली इच्छा क्या है? सभी मनुष्य मानव जाति के जीवन में ये पहली इच्छा परमेश्वर ये कहते हैं क्या है? क्या पढ़ा हमने? दूसरे भाषा में पढ़ लीजिए, तमिल में पढ़ लीजिए, जोर से पढ़ लीजिए। हाँ, जॉन 6:40। குமாரனை கண்டு அவரிடத்தில் விசுவாசமாய் இருக்கிறவன் எவனோ அவன் நித்திய ஜீவனை அடைவதும் நான் அவனை கடைசி நாளில் எழுப்புவதும் என்னை அனுப்பினருடைய சித்தமாய் இருக்கிறது என்றார். पिता की इच्छा क्या है? पहली प्रभु यीशु मसीह, പിതാവിൻ്റെ ആദ്യത്തെ ഹിതം എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. पुत्र पे जो विश्वास, पुत्र कौन है? प्रभु यीशु मसीह। प्रभु यीशु मसीह संसार पे आए। पिता की इच्छा ये है कि पुत्र पर विश्वास करे, और ऐसे विश्वास करने वालों पर क्या होगा? अनंत जीवन उनको मिलेगा। ആദ്യത്തെ കാര്യം നമ്മളവിടെ കാണുന്നത് പിതാവിൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ ഹിതം എന്ന് പറയുന്നത് പുത്രനിൽ വിശ്വസിക്കണം. പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് അനന്ത ജീവൻ ഉണ്ടാകും എന്നാണ്, നിത്യജീവൻ ഉണ്ടാകും. मैं नहीं कह रहा, परमेश्वर का वचन कह रहा है। ഇത് ഞാൻ പറയുന്നതല്ല, ദൈവത്തിന്റെ വചനം പറയുന്നത്. आप इस बात को थोड़ा सोचिए, जिन्होंने भी अभी तक प्रभु यीशु मसीह को स्वीकारा नहीं है, इस बात को सोचिए। परमेश्वर ने अपने पुत्र को मनुष्य के रूप में इस संसार में भेजा, और इसलिए भेजा ताकि क्रूस पर वो अपने आप को बलिदान करे, और उसके पहले उन्होंने कोड़ों की मार सही।
നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ്. വലിയവനായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി അയച്ചു. അവൻ നമുക്ക് വേണ്ടി അടികളേറ്റ് കാൽവരി ക്രൂശിൽ മരിച്ചു. उनका शरीर लहूलुहान हुआ, उनके हाथों और पैरों पर कीले ठोके गए, उनके सर पर कांटों का ताज पहना. അവൻ്റെ കൈകളിൽ ആണികൾ അടിച്ചു, അവൻ്റെ തലയിൽ മുൾമുടി വെച്ചു, അവൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകി. उनको गाड़ा गया, तीसरे दिन उठा. അവനെ അടക്കം ചെയ്തു, അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. और परमेश्वर कहते हैं जो कोई पुत्र पर विश्वास करता है उसको अनंत जीवन मिलेगा. सुसमाचार उसका 28वां अध्याय, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം, 28-ാം അധ്യായം उसका 19वां वचन पढ़ेंगे. 19-ാമത്തെ വാക്യം. इसलिए तुम जाओ, सब जातियों के लोगों को चेला बनाओ और उन्हें पिता और पुत्र और पवित्र आत्मा के नाम से बपतिस्मा दो. हाँ, तो प्रभु यीशु मसीह ஆகையால் நீங்கள் புறப்பட்டு போய் சகல ஜாதிகளையும் சீஷராக்கி பிதா குமாரன் பரிசுத்த ஆவியின் நாமத்திலே அவர்களுக்கு ஞானஸ்நானம் கொடுத்து. तो प्रभु यीशु मसीह की आज्ञा है स्वर्ग आरोहण के पहले, स्वर्ग को उठाए जाने के पहले ये आज्ञा दी. क्या आज्ञा दी? कुछ बातें कही. क्या दिए? കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണത്തിന് മുമ്പ് തന്ന ഒരു കൽപ്പനയാണ്. अपने चेलों को कहा तो जाओ, जाकर सब जातियों के लोगों को चेला बनाओ. കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് കൽപ്പന കൊടുത്തു, നിങ്ങൾ പോവുക, പോയി ലോകത്തിലുള്ള എല്ലാവരെയും ശിഷ്യരാക്കുകയും. ईसाई बनाओ लिखा है क्या? ക്രിസ്ത്യാനിയാക്കാനാണോ പറഞ്ഞേക്കുന്നത്? एक धर्म में जोड़ो ऐसा लिखा है क्या? नहीं, चेले बनाओ. ഏതെങ്കിലും മതത്തിൽ ആക്കുവാനാണോ പറഞ്ഞിരിക്കുന്നതല്ല, പറഞ്ഞിരിക്കുന്നത് ശിഷ്യരാക്കുകയും. और उन्हें पिता, पुत्र और पवित्र आत्मा के नाम से बपतिस्मा. എന്നിട്ട് അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. तो हम एक धर्म का आचरण तो कर सकते हैं, ईसाई कहला सकते हैं अपने आप को, लेकिन सही मायने में प्रभु यीशु मसीह क्या कहे अपने चेलों से कि सब क्या बनाओ? चेले बनाओ. चेले कैसे बनते? किसी गुरु का चेले कब बनते हैं बताइए. നമ്മള് ഒരു മതം സ്ഥാപിക്കുന്നതിനെ കുറിച്ചല്ല കർത്താവിടെ പറയുന്നത്, ശിഷ്യനാകുവാൻ. ഇവിടെയുള്ള ചോദ്യം എന്ന് വെച്ചാൽ നമ്മളൊരാളുടെ ശിഷ്യൻ എങ്ങനെയാണ്, ഒരു ഗുരുവിന്റെ ശിഷ്യൻ എങ്ങനെയാണ് ആവുന്നത്? നമ്മൾ कैसे होते हैं? एक किसी व्यक्ति का चेले क्या बनना है तो कैसे बनते हैं? ഒരാളുടെ ചേല അല്ലെങ്കിൽ ശിഷ്യൻ അല്ലെങ്കിൽ എന്താ പറയുന്ന പിന്തുടരുന്ന ആൾ, ഫോളോവർ, ഡിസൈപ്പിൾ നമ്മൾ എങ്ങനെയാണ്? 20 में पढ़िए, अगला वचन पढ़िए. 19 पढ़ा हमने, मत्ती 28 का 20 में पढ़िए. और उन्हें நான் உங்களுக்கு கட்டளையிட்ட யாவையும் அவர்கள் கைக்கொள்ளும்படி அவர்களுக்கு உபதேசம் பண்ணுங்கள். இதோ உலகத்தின் முடிவு பெரிந்தும் சகல நாட்களிலும் நான் உங்களுடனே கூட இருக்கிறேன். हाँ, कैसे बनते हैं? हिंदी में पढ़िए. और उन्हें सब बातें जो मैंने तुम्हें आज्ञा दी है मानना सिखाओ, और देखो मैं जगत के अंत तक सदा तुम्हारे संग हूं. वो सारी बातें जो मैंने तुम्हें सिखाई है वो उनको सिखाओ, तभी क्या बनेंगे वो? चेला. उनको क्या कर सिखा, सिर्फ बताओ नहीं, उनको करना सिखाओ, उनको मानना सिखाओ, तभी क्या बनेंगे? ഞാൻ ഉപദേശിച്ച കാര്യങ്ങളെല്ലാം അവരെ പഠിപ്പിക്കാനാണെന്ന് പറഞ്ഞു, അവരെ ചെയ്യുവാൻ പഠിപ്പിക്കാനാണ് പറഞ്ഞത്. जो मसीह बनते हैं, जो अपने आप को मसीह कहते हैं, वो कई कम लोग हैं संसार में. ക്രിസ്ത്യാനി അല്ലെങ്കിൽ ദൈവമക്കൾ ആകുന്നവർക്ക് ഈ മസി എന്ന വേർഡിന് ട്രാൻസ്ലേഷൻ ഇല്ല പറയാനായിട്ട്. അവര് ബിലീവേഴ്സ് എന്ന് പറയും, വിശ്വാസി. क्रिश्चियनी. सो ईसाई तो कई लोग हैं, ये दुनिया में सबसे बड़ा धर्म है जो ईसाई धर्म वो कह सकते हैं. ക്രിസ്ത്യാനികൾ ഒത്തിരി ഉണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ മതം തന്നെ ക്രിസ്ത്യൻ മതമാണ്. लेकिन मसीह देखें, जो सही मायने में प्रभु यीशु मसीह के चेले हैं, वो काफी कम लोग हैं. അല്ലെങ്കിൽ യഥാർത്ഥമായ വിശ്വാസികൾ എന്ന് പറയുന്നത് എന്നാൽ വളരെ ചുരുക്കമാണ്. क्योंकि देखिए, एक धर्म का आचरण करना है तो क्या है? संडे जाओ, फिर कैसे भी जियो अपना जीवन, कैसे भी जियो, उसके बाद अगले संडे आओ, है ना, फिर कैसे भी वापस घर जाओ, कैसे भी जियो, वही बोल, वही पाप का स्वभाव, है ना, वही गालियां मुंह से निकले, है ना, वही गलत सोच, ये सब रहता है. तो मतलब ईसाई बनना आसान है, या किसी भी धर्म का बनना आसान है. ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പകാരിയാണ്. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോവുക, അതിനുശേഷം തിരിച്ചു വന്ന് നമ്മൾ പണ്ട് ജീവിച്ച പോലെ തിരിക്കുക, അതേ പഴയ സ്വഭാവം, പഴയ വർത്തമാനം,
പഴയ രീതികൾ അത് അങ്ങനെ ജീവിക്കുവാൻ എളുപ്പമാണ്. എന്നാൽ ദൈവത്തിന്റെ ശിഷ്യനായി വിശ്വാസിയായി ജീവിക്കുന്നുള്ളത് പാടുള്ളത്. लेकिन प्रभु यीशु मसीह में उद्धार अगर पाया है, इसका मतलब है हमने नया जीवन पाया है. ആമേൻ. സ്തോത്രം. എന്നാൽ കർത്താവായ യേശുവിന്റെ രക്ഷയെ പ്രാപിച്ചു കഴിയുമ്പോൾ അന്നേരം നമുക്ക് കിട്ടുന്ന ഒരു പുതിയ ജീവൻ. तो मसीह यीशु में हम नए हैं. കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ പുതിയതാണ്, പുതിയ ജീവനാണ്. दूसरा कुरिन्थिय हमें पता है वो वाक्य, दूसरा कुरिन्थिय 5:17 पढ़िए, जल्दी से पढ़िए. 2 കൊരിന്ത്യർ 5:17. दूसरा कुरिन्थिय 5:17. இப்படி இருக்க ஒருவன் கிறிஸ்துவுக்குள் இருந்தால் புது சிருஷ்டியாய் இருக்கிறான், பழையவைகள் ஒளிந்து போயின, எல்லாம் புதிதாயின. सब पुरानी बातें सब गई. പഴയതെല്ലാം കഴിഞ്ഞുപോയി. तो पुराना जीवन था जो पाप का जीवन सब गया. പഴയ ജീവിതം, ആ പാപത്തിന്റെ ജീവിതം കഴിഞ്ഞുപോയി. वो मरा हुआ इंसान वो मर गया हमेशा के लिए. മരിച്ചുപോയ ആ മനുഷ്യൻ അവന്റെ എല്ലാം തന്നെ മരിച്ചിരിക്കുന്നു. अब नया व्यक्ति है, ഇപ്പോഴൊരു പുതിയ വ്യക്തിയാണ്, उसका एक नया जीवन है. ഇപ്പോഴൊരു പുതിയ ജീവിതം. अब वो कैसे चलेगा? वो मसीह का चेला बनकर चलेगा. ഇപ്പോഴെങ്ങനെ ജീവിക്കും? കർത്താവിന്റെ और ശിഷ്യനായി. उसका आधार क्या है? परमेश्वर का वचन. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവിന്റെ വചനമാണ്. तो किसको बपतिस्मा लेना चाहिए? वो जल्दी से पढ़ेंगे. प्रेरित 2:41. ആർക്കാണ് സ്നാനം എടുക്കാൻ കഴിയുക? അത് നമുക്കൊന്ന് നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2:41. 2:42 41 41. और 41 और 42 दोनों पढ़ेंगे. அவருடைய जल्दी से வார்த்தையை சந்தோஷமா ஏற்றுக்கொண்டவர்கள் ஞானஸ்நானம் பெற்றார்கள். அன்றைய தினம் ஏறக்குறைய 3000 பேர் சேர்த்துக் கொள்ளப்பட்டார்கள். और जिन्होंने उसका वचन ग्रहण किया, तो पहले क्या करना है? उसका वचन जब सुनते हैं या सुसमाचार जब सुनते हो, उसको ग्रहण करने वाला क्या पाता है? उद्धार पाता है. उसके बाद वो बपतिस्मा. അന്ന് ആരൊക്കെ കർത്താവിന്റെ വചനം കേട്ടു, അവര് വചനം സ്വീകരിച്ചു, അവര് രക്ഷ പ്രാപിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. हाँ, जो कोई विश्वास पहले वचन सुनता है, बच्चे क्या वचन सुन सकते हैं? विश्वास कर सकते हैं? नहीं कर सकते. परमेश्वर का जो वचन सुनता है, जो विश्वास करता है, यानी जो उद्धार पाता है, वही बपतिस्मा लेता है. വചനം കേട്ട് രക്ഷ പ്രാപിച്ച് വിശ്വസിക്കപ്പെടുന്നവരാണ് സ്നാനപ്പെടുന്നത്. കുഞ്ഞുങ്ങൾക്ക് വചനം കേട്ട് വിശ്വസിക്കാൻ तो കഴിയത്തില്ല. परमेश्वर का वचन साफ साफ तौर पे कहता है, जिसने वचन सुना और ग्रहण किया, अपने आप से ग्रहण किया, उसको वो बपतिस्मा ले सकता है. കർത്താവിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ആര് വചനം കേട്ട് രക്ഷ പ്രാപിച്ചു, അതിൽ വിശ്വസിച്ചു, അവര് സ്നാനപ്പെടുന്നു. तो इसलिए बपतिस्मा नहीं लेना कि मेरे परिवार का एक, या मेरे पति ले रहा है इसलिए पत्नी भी ले रही है, या पत्नी बपतिस्मा ले रही है इसलिए पति भी एक साथ ले लेते हैं, इसलिए नहीं लेना है. हर एक को अपने निजी जीवन में अब प्रभु यीशु मसीह को ग्रहण करना है, तभी बपतिस्मा. നമ്മള് ഇങ്ങനെയല്ല നമ്മള് സ്നാനപ്പെടേണ്ടത്. കാര്യം എൻ്റെ ഭർത്താവ് സ്നാനപ്പെട്ടുകൊണ്ട് ഞാൻ എടുക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ സ്നാനപ്പെട്ടുകൊണ്ട് ഞാനും സ്നാനപ്പെടും, അങ്ങനെയല്ല. നമ്മൾ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവ് രക്ഷിക്കപ്പെട്ട് നമ്മൾ സ്നാനപ്പെടേണ്ടതാണ്. और कैसे बपतिस्मा लेना है ये भी साफ तौर पे वचन कहता है. कई सारे पदांश है, कई सारे वाक्य है, लेकिन हम सब नहीं जाएंगे, मेरा समय खत्म होने को है. एक दो बातें और मैं बता के यहाँ समाप्त करूंगा. तो प्रेरितों के कार्य उसका 8वां अध्याय. എങ്ങനെയാണ് ബാപ്റ്റിസം എടുക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. സമയക്കുറവുണ്ട്. 1-2 വാക്യങ്ങൾ മാത്രം വായിക്കുന്നുള്ളൂ. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിന്റെ 35 से 35 മുതൽ വായിക്കാം. 36 से 38 तक पढ़ेंगे. 36 മുതൽ 38 വരെ. मार्ग में चलते चलते वे किसी जल की जगह पहुंचे. तब खोजे ने कहा, देख यहाँ जल है, अब मुझे बपतिस्मा लेने में क्या रोक है? फिलिपुस ने कहा, यदि तू सारे मन से विश्वास करता है तो ले सकता है. उसने उत्तर दिया, मैं विश्वास करता हूँ कि यीशु मसीह परमेश्वर का पुत्र है. हाँ, उसके बाद 38 पढ़ी. 38-39. तब उसने रक्त खड़ा करने की आज्ञा दी और फिलिपुस और खोजा दोनों जल में उतर पड़े और उसने खोजा को बपतिस्मा दिया. 39. जब वे जल में से निकलकर ऊपर आए तो प्रभु का आत्मा फिलिपुस को उठा ले गया और खोजे ने उसे फिर ना देखा और वह आनंद करता हुआ अपने मार्ग पर चला तो गया. 2 बातें इधर है. खोजे ने पूछा, देखो जल है, मुझे बपतिस्मा लेने में क्या रोक है ना? 2 കാര്യങ്ങളുണ്ട് ഇവിടെ. ഷണ്ണൻ
ഷണ്ണൻ അവിടെ പറയുകയാണ്, നോക്കൂ വെള്ളമുണ്ട്, എന്താണ് എന്നെ സ്നാനപ്പെടുത്തുന്നതും നിർത്തുന്നത്. हाँ, तो फिलिप्पुस ने कहा क्या, यदि तू पूरे मन से विश्वास कर ले. എന്താണ് ഫിലിപ്പോസോട് പറയുന്നത്? നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ. क्या विश्वास करना है? എന്ത് വിശ്വസിക്കണം നമ്മൾ? कि प्रभु यीशु मसीह जो बलिदान दिए क्रूस पर, वो मेरे लिए, अपना नाम रखना है, मेरे लिए, लिसन के लिए, मैं अपना बोलूंगा लिसन, तो अपने को हर एक का नाम लेके बोला, मेरे लिए प्रभु यीशु मसीह वो बलिदान हो, मेरे पापों के लिए वो बलिदान हो. जब हम ऐसा विश्वास करते हैं तब आपके ऐसा होता है कि जैसे कि प्रभु यीशु मसीह मरे, लेकिन आप भी उसी के साथ मर जाते हैं. എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടുന്നത്? കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാനും മരിച്ചു. അത് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. तो ये है. और यहाँ पे दूसरी बात लिखा है, वो पानी के अंदर गए और वो पानी से बाहर आए. രണ്ടാമത്തെ കാര്യം അവിടെ എഴുതിയിരിക്കുന്നു, അവര് വെള്ളത്തിൽ ഇറങ്ങി എന്ന് വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് वो വന്നു. खोजा काफी दूर से आया था जेरूसलेम. ആ ഷണ്ടൻ വളരെ ദൂരെ നിന്ന് യെരുശലേമിലേക്ക് वो വന്നു. अपने साथ पानी का बोतल तो लाया होगा, അവന്റെ കൂടെ വെള്ളത്തിന്റെ ബോട്ടിൽ അവന്റെ കയ്യിൽ കാണും. पानी की थैली लाया होगा. അവന് കുടിക്കാൻ വെള്ളം അവന്റെ കയ്യിൽ, അവൻ രഥത്തിലൊക്കെയാണ് വന്ന് രഥത്തിൽ കാണും. पानी का इंतजार क्यों किया उसने? അങ്ങനെയാണെങ്കിൽ അവൻ വെള്ളം കണ്ട് അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. फिलिप्पोस से बोलता है, थोड़ा पानी लो, छिड़क दो मेरे मुंह. അവന് ഫിലിപ്പോസിനോട് പറയാമായിരുന്നു, ഈ വെള്ളം എടുത്ത് എന്റെ തലയിലോട്ട് तो ഒഴിക്കരുത്. वो जा रहा है, अपने घर वापस जा रहा है, वो क्यों अपने वस्त्र भिगोएगा? അവന്റെ തിരിച്ച് അവന്റെ നാട്ടിലേക്ക് പോകണം. അപ്പൊ അവന്റെ ദേഹം മുഴുവൻ അല്ലെങ്കിൽ അവന്റെ തുണി മുഴുവൻ നനയ്ക്കണമെന്ന് അവൻ ആഗ്രഹിക്കില്ല. क्योंकि फिलिप्पोस ने उसको समझाया होगा बपतिस्मा क्या है. ഫിലിപ്പോസ് അവന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താണ് യഥാർത്ഥമായ സ്നാനം എങ്ങനെയാണ്. उतरना है पानी में. വെള്ളത്തിൽ ഇറങ്ങണം. मूनार में बहुत ठंड है, मालूम है. വെള്ളത്തിൽ മൂന്നാറില് നല്ല തണുപ്പായിരിക്കും, എന്നാലും വെള്ളത്തിൽ ഇറങ്ങി മുങ്ങണം. पूरा डूबना ही है. നന്നായിട്ട് മുങ്ങ തന്നെ വേണം, ഇറങ്ങിയാ പോരാ, മുങ്ങണം. वो डूब कर फिर ऊपर वापस വെള്ളത്തിൽ മുങ്ങിയതിന് ശേഷം അതിന് പുറത്തേക്ക് വരണം. सिर्फ छिड़कने से नहीं चलेगा. വെള്ളം തളിച്ചാ പോരാ. बच्चों को डुबा नहीं सकते, കുഞ്ഞുങ്ങളെ നമുക്ക് മുക്കാൻ हम കഴിയും. जानते हैं ना. तो इसका एक आत्मिक अर्थ भी है, वो बता के मैं समाप्त ഇതിനൊരു करूंगा. ആത്മീയമായ ഒരു അർത്ഥം കൂടിയുണ്ട്. तो आइए रोमियो उसका 6वां अध्याय पे आइए. റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. और 6वां अध्याय पे और तीसरा पढ़िए. 3-ാമത്തെ വാക്യം. क्या तुम नहीं जानते कि हम सब जिन्होंने मसीह यीशु का बपतिस्मा लिया, उसकी मृत्यु का बपतिस्मा लिया, अथा उस मृत्यु का बपतिस्मा पाने से हम उसके साथ गाड़े गए, ताकि जैसे मसीह पिता की महिमा के द्वारा मरे हुओं में से जिलाया गया, वैसा ही हम भी नए जीवन की सी चाल चलें. समान चाल चले. തമിഴിലൊന്ന് വായി. 2-3 பாவத்துக்கு மரித்த நாம் இனி அதிலே எப்படி பிழைத்தோம்? கிறிஸ்து இயேசுவுக்குள்ளாக ஞானஸ்நானம் பெற்ற நாம் அனைவரும் அவருடைய மரணத்துக்குள்ளாக ஞானஸ்நானம் பெற்றதை அறியாமல் இருக்கிறீர்களா? மேலும் பிதாவின் மகிமையினாலே கிறிஸ்து மரித்தோரிலிருந்து எழுப்பப்பட்டது போல நாமும் புதிதான ஜீவன் உள்ளவர்களாய் நடந்து கொள்ளும்படிக்கு அவருடைய மரணத்துக்குள்ளாகும் ஞானஸ்தானத்தினாலே கிறிஸ்துவுடனே கூட அடக்கம் பண்ணப்பட்டோம். तो हम रोमियो 10 के 9 में हम कई बार पढ़ चुके हैं. 10 के 9 में पढ़ते हैं कि उद्धार कैसे पाना है. റോമാലേഖനം 10:9 നമ്മൾ വായിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് രക്ഷ പ്രാപിക്കുന്നത്. मन में प्रभु को, यीशु को प्रभु जानकर विश्वास करना है. നമ്മുടെ ഹൃദയത്തിൽ യേശുവിനെ കർത്താവെന്ന് അംഗീകരിക്കണം. और मुंह से अंगीकार करना है നമ്മുടെ വായ കൊണ്ട് നമ്മൾ ഏറ്റുപറയണം. कि वो जी उठा, वो मेरे लिए मारा गया. അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ വിശ്വസിച്ചു. मतलब विश्वास है. दो चीजें उसमें, विश्वास है मन में, രണ്ട് കാര്യമുണ്ട്. ഹൃദയത്തിൽ വിശ്വാസമുണ്ട്. और दूसरा है उस गवाही देना. രണ്ടാമത്തത് നമ്മുടെ വായിൽ കൂടി നമ്മൾ സാക്ഷ്യം പറയും. दूसरों के सामने, कलीसिया के सामने. മറ്റുള്ളവരുടെ മുൻപിൽ സഭയ്ക്ക് മുമ്പാകെ നമ്മൾ कितने बार देना है? എത്ര പ്രാവശ്യം സാക്ഷ്യം കൊടുക്കണം പറയണം? ये गवाही कितने बार देना चाहिए? എത്ര പ്രാവശ്യം സാക്ഷ്യം പറയണം നമ്മൾ? जितने बार भी पूछा गया या जितने बार भी ये संदर्भ आए, हमें गवाही. എത്ര പ്രാവശ്യം ചോദിച്ചാലും എത്ര പ്രാവശ്യം നമുക്കത് പറയാനുള്ള അവസരം കിട്ടുമ്പോഴും നമ്മൾ പറയും. और मैं समझता हूँ, कोई मुझसे कहता है कि मैंने उद्धार पाया, तो मैं उससे पूछता हूँ गवाही देने को तैयार हो? कितने बार देने को तैयार हो?
ഞാൻ ഇങ്ങനെ വിളിക്കുന്നു, ആരെങ്കിലും രക്ഷിക്കോട് പറഞ്ഞാൽ സാക്ഷ്യം പറയാൻ തയ്യാറാണോ? എത്ര പ്രാവശ്യം തയ്യാറാണ്? क्योंकि मैं ये समझता हूँ और ये प्रभु यीशु मसीह परमेश्वर का वचन साफ तौर पे कहता है ये नया जन्म परमेश्वर का आत्मा का कार्य, हमारे मनुष्य का काम नहीं है। ഈ പുതിയ ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്, മനുഷ്യരുടെ പ്രവർത്തനമാണ്. और सबसे बड़ा सबूत ये होता है कि वो गवाही देने के लिए वो निडर हो जाता है। ഇതിന്റെ ഒരു തെളിവെന്ന് പറയുന്നത് നമ്മള് സാക്ഷ്യം പറയുവാൻ അവൻ എപ്പോഴും हम തയ്യാറായി. कई बार देखते हैं प्रभु यीशु मसीह ने जिसको भी चंगा किया वो खुशी खुशी सबको बताता है। ആരൊക്കെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ അവൻ വളരെ സന്തോഷത്തോടെ അത് മറ്റുള്ളവരോട് പറയുന്നത്. तो पाप से चंगाई पाने वाला व्यक्ति कितने बार भी गवाही देने को तैयार है। പാപത്തിൽ നിന്ന് മുക്തി പ്രാപിച്ചവൻ, രക്ഷ പ്രാപിച്ചവൻ എത്ര പ്രാവശ്യം വേണേലും സാക്ഷ്യം പറയാൻ തയ്യാറാണ്. बपतिस्मा भी एक गवाही है സ്നാനം എന്ന് പറയുന്നതും ഒരു സാക്ഷ്യമാണ്. और उसका आत्मिक अर्थ ये है जैसे वो पानी के अंदर जाता है वो ये कहता है कि मैं मारा गया यीशु मसीह के साथ। ഇതിന്റെ ആത്മീകമായ അർത്ഥം എന്ന് പറയുന്നത് ഇത് പറയുന്നത് ഞാൻ വെള്ളത്തിലേക്ക് പോകുമ്പോൾ ഞാൻ കർത്താവിനോടുകൂടെ ഞാനും മരിച്ചു. जैसे कि हमने रोमियो 6 में पढ़ा मैं इस पाप के लिए मर गया നമ്മൾ റോമാലേഖനത്തിൽ പഠിച്ചത് ഞാൻ ഈ പാപത്തിന് ഞാൻ മരിച്ചു. और मैं मसीह के साथ गाड़ा गया हूँ। पानी के अंदर जब जाता है വെള്ളത്തിൽ നമ്മൾ പോകുമ്പോൾ ഞാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂടെ ഞാനും അടക്കപ്പെടും. और जब वो बाहर आता है वो ये कहता है कि मैं मसीह के साथ अब एक नया जीवन का चाल चलूंगा। ഞാൻ വെള്ളത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത്, ഞാൻ കർത്താവിന്റെ കൂടെ ഒരു പുതിയ നടപ്പ് ക്രിസ്തീയ ജീവിതം ഞാൻ നയിക്കും. यही है बपतिस्मा, ये एक गवाही है। ഈ സ്നാനം എന്ന് പറയുന്നത് ഇതാണ് ഒരു സാക്ഷ്യം. तो अगर आप मुझसे पूछे बपतिस्मा पाना क्या जरूरी है, നിങ്ങളിപ്പോൾ എന്നോട് സ്നാനപ്പെടേണ്ടത് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ तो मैं इतना ही कहूंगा, अगर प्रभु यीशु मसीह को प्रेम करते हो, इस बात का दावा करते हो, प्रभु यीशु मसीह को ग्रहण किया है, अगर इस बात का दावा करते हो तो प्रभु यीशु मसीह का दिया हुआ जो आज्ञा है वो क्यों नहीं पालन करोगे? കർത്താവ് अगर प्रभु यीशु मसीह पर विश्वास किया है ऐसा दावा करते हो, പ്രഭു യേശു മസീഹ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, हाँ, और ये दावा करते हो कि उसके लिए अपना जीवन समर्पित किया है, കർത്താവിന് വേണ്ടി അവന്റെ നമ്മുടെ ജീവിതം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, और ये दावा करते हो कि उससे प्रेम करते हो, കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ तो उसकी आज्ञा क्यों नहीं मानोगे? കർത്താവിന്റെ കൽപ്പന നമ്മൾ എന്തുകൊണ്ട് അംഗീകരിക്കും? एक और वचन पढ़ोगे उसके बाद मैं समाप्त करूंगा। ഒരു വചനം കൂടെ यूहन्ना 14:21 യോഹന്നാന്റെ സുവിശേഷം 14:21. जिसके पास मेरी आज्ञा है, यूहन्ना 14:21, जिसके पास मेरी आज्ञा है और वह उन्हें मानता है वही मुझसे प्रेम रखता है। 14:21. എന്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ തന്നെ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. जिसके पास मेरी आज्ञा है उसको मानता है वही मुझसे प्रेम करता है। എന്റെ പ്രമാണങ്ങൾ മാനിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു. तो हम कितने बार भी हे प्रभु करे നമ്മൾ എത്ര പ്രാവശ്യം കർത്താവേ കർത്താവേ എന്ന് വിളിച്ചാലും, और ये कहे कि हमने उद्धार पाया है, നമ്മൾ രക്ഷ പ്രാപിച്ചു എന്ന് പറഞ്ഞാലും, लेकिन उसकी इच्छा अनुसार हमने बपतिस्मा लेने को तैयार नहीं है, നമ്മൾ അവന്റെ ആഗ്രഹത്തിനനുസരിച്ച് അവന്റെ കൽപ്പനയ്ക്കനുസരിച്ച് സ്നാനപ്പെടുവാൻ തയ്യാറല്ലെങ്കിൽ तो फिर कैसा प्रेम है? നമ്മൾ എന്താ അതിനെ क्या സ്നേഹം? हम स्वर्ग राज जाएंगे? നമ്മൾ സ്വർഗത്തിൽ പോവുമോ? हे प्रभु करने वाला हर कोई नहीं जाएगा। കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന എല്ലാവരും സ്വർഗത്തിൽ പോവില്ല. वही जो परमेश्वर स्वर्गीय पिता की इच्छा करेगा। പിതാവിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നവർ അവർ മാത്രം. बपतिस्मा अंत नहीं है, आपके मसीह जीवन का शुरुआत है। സ്നാനം എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ അവസാനമല്ല, അതിന്റെ തുടക്കമാണ്. इसके साथ आप स्थानीय कलीसिया से जुड़ेंगे, അതിനുശേഷം നിങ്ങൾ ഇവിടുത്തെ സ്ഥലം സഭയോട് ചേരും. उसके संगति में बढ़ना है आपको, അവരുടെ ഫെലോഷിപ്പിൽ കൂട്ടായ്മയിൽ വളരണം. उसके परमेश्वर के वचन में बढ़ना है आपको, ദൈവവചനത്തിൽ വളരണം. और पाप का जो जिंदगी है उसको दूर करना है, പാപത്തിന്റെ ജീവിതത്തെ നമുക്ക് വിട്ടുകളയണം. नए जीवन जीना है, ഒരു പുതിയ ജീവൻ, नए जीवन का चाल चलना है। പുതിയ ജീവിതത്തിന്റെ നടക്കേണ്ടതാണ്. परमेश्वर हम सबकी सहायता करे, परमेश्वर के नाम की महिमा हो। ദൈവം നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മാത്രം.